മലമൂത്ര മാലിന്യങ്ങൾക്കിടയിൽ ജഠരാഗ്നിയേറ്റ് നിരവധി ക്ലേശങ്ങൾ സഹിച്ചാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവിയെടുത്ത് വളരുന്നത്. തുടർന്ന് അത്യന്തം ക്ലേശങ്ങൾ അനുഭവിച്ച് പുറത്തേക്ക് വരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും അനവധി ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 1-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ആരംഭിച്ചത്. 1-ാമത്തെ ശ്ലോകത്തിൽ താൻ അമ്മയുടെ ഗർഭത്തിലായപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ വന്നു ചേർന്ന അനുഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ക്ഷമായാചന ചെയ്യുകയാണ്. നോക്കൂ, ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ആദൗ, ആദിയിൽ എന്ന് പറയുമ്പോൾ തൻ്റെ ഈയൊരു ജീവിതത്തിലെ ജന്മത്തിന് മുമ്പ് തന്നെ, അഥവാ അമ്മയിൽ നിന്ന് പുറത്തേക്ക് ഈ ഭൂമിയിൽ വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ആദൗ. അഥവാ ഇനി തുടർന്ന് നിരൂപണം ചെയ്യപ്പെടുന്ന ശൈശവ ബാല്യ കൗമാരാദി അവസ്ഥകളിലെ അനുഭവങ്ങളെ നിരൂപിക്കുമ്പോൾ ആദിയിൽ എന്നും പറയാം. ആദൗ കർമ്മപ്രസംഗാത്, കർമ്മപ്രസംഗം കൊണ്ട്, കർമ്മം പ്രകർഷേണ സംഗതമാകുന്നത് കൊണ്ട്, വന്നു ചേരുന്നത് കൊണ്ട്, പ്രസംഗ വളരെയധികമായി, പ്രകർഷേണ എന്ന് പറഞ്ഞാൽ അധികതരമായി, അപ്പം അധികതരമായിട്ട് കർമ്മങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ആദൗ കർമ്മപ്രസംഗാത് കലുഷം മാം, കലുഷനായ എന്നെ, കലങ്ങി മറിഞ്ഞ അവസ്ഥയിലുള്ള എന്നെ, എങ്ങനെയുള്ള എന്നെ? മാതൃകുക്ഷിയിൽ, മാതാവിൻ്റെ അമ്മയുടെ കുക്ഷിയിൽ, വയറിൽ, ഗർഭപാത്രത്തിൽ സ്ഥിതം മാം, സ്ഥിതി ചെയ്യുന്നവനായ എന്നെ, നിലകൊള്ളുന്ന എന്നെ. എവിടെ? വിൺമൂത്രാമേധ്യമധ്യേ, വിൺമൂത്രാമേധ്യമധ്യേ, മാലിന്യങ്ങൾ, മൂത്രം, മലം തുടങ്ങിയവയുടെ മധ്യത്തിൽ നിതരാം ക്വഥയതി, നല്ലപോലെ ക്ലേശിപ്പിക്കുന്നു, നല്ലപോലെ ക്ലേശിപ്പിക്കുന്നു. നിതരാം, പൂർണ്ണമായും നല്ല പോലെ. ആര്? ജാഠരഃ ജാതവേദാഃ, ജാതവേദാഃ അഗ്നി. ഏതഗ്നി? ജാഠരഃ, ജഠരത്തിലുള്ള അഗ്നി. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് അമ്മയുടെ വയറിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിലകൊള്ളുന്നവനായ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചു അഗ്നി, അമ്മയുടെ ഔദര്യാഗ്നി, ജാഠരാഗ്നി. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് കർമ്മപ്രസംഗാത് എന്ന് അവിടെ നിഗമനത്തിലെത്തുന്നത്. ഏതൊരു
തത്വചിന്ത, ഏതൊരു ശാസ്ത്രം, വൈജ്ഞാനിക ശാഖ നിലനിൽക്കണമെങ്കിലും നമ്മൾ അടിസ്ഥാനമായി കാര്യകാരണവാദത്തെ അംഗീകരിച്ചിരിക്കണം. കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല. അതിനെ ഫിസിക്കൽ സയൻസ് എന്നോ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സയൻസ് എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ശാസ്ത്രശാഖയും നിലനിൽക്കില്ല, ഒരു തത്വചിന്താ പദ്ധതിയും നിലനിൽക്കില്ല കാര്യകാരണ ബന്ധത്തെ നമ്മൾ നിരാകരിച്ചാൽ. ഏതൊരു കാര്യത്തിനും കാരണമുണ്ട്, ഉണ്ടായിരിക്കണം. ഈ കാര്യകാരണ ബന്ധത്തിൽ നിന്നാണ് ആ കാര്യകാരണ ബന്ധത്തെ അനാവരണം ചെയ്യാനുള്ള അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, പഠനങ്ങളെല്ലാം വരുന്നത്. ആകസ്മികമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയില്ല എന്ന് വരും. ഈ പ്രപഞ്ചം വ്യവസ്ഥാരഹിതമാണെന്ന് വരും. വ്യവസ്ഥാരഹിതം ഒരിക്കലും അല്ല പ്രപഞ്ചം. എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്, എല്ലാത്തിനും. വ്യദധാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് ഉപനിഷത്ത് പറയും. സകലത്തെയും വിശേഷേണ ധരിച്ചു വച്ചിരിക്കുന്നു. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ഒരു വ്യവസ്ഥ ചേർത്ത് കോർത്ത് ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചേ മതിയാവും. ആകസ്മികം എന്നൊന്നില്ല. ആകസ്മികമെന്ന് നമ്മൾ പറയുന്നത് കാര്യകാരണ ബന്ധത്തെ അറിയാത്ത നമ്മുടെ ഭാവം കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മാതൃകുക്ഷിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ അനേകവിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് താൻ കിടന്നു. അത് കഴിഞ്ഞ് അത്യന്തമായ ക്ലേശത്തെ അനുഭവിച്ച് പുറത്തേക്ക് വന്നു. ശൈശവാവസ്ഥയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്ന് വേണ്ട എല്ലാ അവസ്ഥകളിലും നിരവധിയായ ദുഃഖങ്ങൾ തന്നെ പിന്തുടർന്നു. പല പ്രകാരം താൻ ക്ലേശിച്ചു. അപ്പോൾ ഈ അനുഭവങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ടായിരിക്കണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ഈ ഒരു ചിന്തയാണ് ആദൗ കർമ്മപ്രസംഗാത് എന്നുള്ളതിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾ ആരും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്ന് വീഴുന്നത് ഒരു ഒഴിഞ്ഞ കടലാസോടുകൂടിയല്ല, മറിച്ച് ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളിലൂടെ സമ്പാദിച്ച രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്കാരങ്ങളോട് കൂടിയിട്ടാണ്. ആ കർമ്മ സംസ്കാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ അഭിവ്യക്തി വികാസം സംഭവിക്കുന്നത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആദൗ കർമ്മപ്രസംഗാത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മപ്രസംഗം കൊണ്ട് അമ്മയുടെ വയറിൽ പലവിധ ക്ലേശങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് ഓരോന്നിനെ ഓർമ്മിച്ച് പറയുകയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.